The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to science class. Hope all are fine and safe at home. In the last class, we have studied about the daily life applications of acid as well as alkali, isn't it? What are the uses of alkalis? Yes, alkalis can be used in the manufacturing of soap. Alkalis can be used in the manufacturing of detergents. It can be used in the production of ceramic material, and it can be used for industrial purpose as well as in the production of some other industrial products, isn't it? So alkali is an inevitable part of our life. Daily we are using that alkali in different form. For example, the bathing soap which we are using daily is made up of alkali. Have you ever think about that? How can we make a soap from an alkali, and which is the alkali that is used for the making of the soap? Yes, സോപ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ കാസ്റ്റിക് സോഡയിൽ നിന്ന് മാത്രമാണോ സോപ്പ് ഉണ്ടാക്കുന്നത്? ഒരിക്കലും അല്ല. There are certain ingredients, so there are certain materials that is required for the manufacturing of soap. You will get soap making kit from the nearby shops. അതായത് അടുത്തുള്ള ഹോൾസെയിൽ ഡീലേഴ്സിൽ നിന്നൊക്കെ സോപ്പ് മേക്കിംഗ് കിറ്റ് കിട്ടും. ഓക്കെ, അതായത് സോപ്പ് മാനുഫാക്ചറിങ് കിറ്റ് കിട്ടും. ആ കിറ്റിൽ ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും, സോപ്പ് മേക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്ത് സോപ്പ് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ആ സോപ്പ് വെച്ച് കുളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കറി ഷോയിലൊക്കെ സാധാരണ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് പറയുമല്ലേ, ആദ്യം വേണ്ടത് എന്താണെന്ന് പറയും. സിമിലർലി ഇവിടെ നമ്മൾ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് സോപ്പ് മേക്കിങ്ങിന് വേണ്ടതെന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ക്വാണ്ടിറ്റി അറിയണ്ടേ? യെസ്, 180 gram of sodium hydroxide is required for making soap. അതായത് ഞാൻ ഇവിടെ പറയുന്ന ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് വേരി ചെയ്യാം. ഇപ്പോൾ ഈ 180 gram എന്ന് പറയുന്നത് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അതിന് പകരം നിങ്ങൾ മറ്റൊരു ക്വാണ്ടിറ്റി എടുത്താലും, ഇപ്പോൾ കൂട്ടിയെടുത്താലും കുറച്ചെടുത്താലും അതിന് ആനുപാതികമായിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസും സെലക്ട് ചെയ്യാം. മനസ്സിലായോ? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ഫോർ സോപ്പ് മേക്കിംഗ്? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റിക് സോഡ. ഓക്കെ, കാസ്റ്റിക് സോഡ എത്ര ക്വാണ്ടിറ്റി വേണ്ടത്? യെസ്, 180 gram ഓഫ് കാസ്റ്റിക് സോഡ യു ക്യാൻ ടേക്ക്. ഈ ഞാൻ പറഞ്ഞ 180 gram നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് വേരി ചെയ്ത് എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. ഓക്കെ, so 180 gram of caustic soda is required, and around, if it is 180 gram of caustic soda, you have to take 350 ml of water. Okay, 180 gram caustic soda ആണെങ്കിൽ 350 ml വാട്ടർ എടുക്കുക. ഇനി അത് വേരി ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാട്ടർ എടുക്കുക. ഓക്കെ, സോ അതിനുശേഷം എന്താ എടുക്കേണ്ടത്? 350 ml of water, then 1 liter of coconut oil, 100 gram of sodium silicate, similarly 100 gram of stone powder, പിന്നെ പെർഫ്യൂംസ് ആസ് വെൽ ആസ് ഡൈസ്. ഓക്കെ, ഈ പെർഫ്യൂംസും ഡൈസും ഒക്കെ ആഡ് ചെയ്യുന്നത് മണം കിട്ടാനും അതുപോലെ കളർ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ സോപ്പ് മേക്കിംഗ്? യെസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് 180 gram. ഓക്കെ, ദെൻ സോപ്പ് ഓയിൽ 1 liter, ദെൻ വാട്ടർ 350 ml. ഓക്കെ, 100 gram of stone powder, 100 gram of sodium silicate powder, then perfumes as well as dyes. ഈ ബാക്കി പെർഫ്യൂംസും ഡൈസും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സോപ്പിലും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഈ പെർഫ്യൂംസും ഡൈസും വേരി ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഷാൽ വി മൂവ് ഓൺ ടു ദ പ്രൊസീജിയർ ഓഫ് സോപ്പ് മേക്കിംഗ്? ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടത്, യു ഹാവ് ടു ടേക്ക് 180 gram of caustic soda in a vessel, and along with this you have to take 350 ml of water in another vessel.
Then you have to dissolve this 180 gram of caustic soda in the water taken in the another vessel. Okay, you have to dissolve it well. When you dissolve this caustic soda in the water taken in the vessel, at that time some amount of heat get liberated. So what you want to do? You have to allow the solution to cool for some time. That means അതായത് കാസ്റ്റിക് സോഡയും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടും. ഈ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി പുറത്തു പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് കൂൾ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെൻ ദ സൊല്യൂഷൻ ഗെറ്റ് കംപ്ലീറ്റ്ലി കൂൾ, അതായത് നമ്മൾ കാസ്റ്റിക് സോഡയും വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ആ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകാൻ അനുവദിക്കണം. പുറത്തു പോകാൻ അനുവദിച്ച് അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു ആഡ് 1 liter ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ടു ദ സൊല്യൂഷൻ, ഇൻ ടു ദിസ് മിക്സ്ചർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ആഡ് 1 liter ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ടു ദ മിക്സ്ചർ. ഓക്കെ, ദെൻ യു ഹാവ് ടു സ്റ്റിർ ഇറ്റ് വെൽ. ഓക്കെ, നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. വെൻ ദ മിക്സ്ചർ ബിക്കംസ് സോൾഡിഫൈസ്, എപ്പോഴാണോ മിക്സ്ചർ കുറേ സ്റ്റിർ ചെയ്ത ശേഷം ഒരു സോൾഡിഫൈഡ് കണ്ടീഷനിലേക്ക് വരിക, കുറച്ചുകൂടി കട്ടിയായിട്ട് വരിക. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം you can add equal quantity of the sodium silicate as well as stone powder into the same mixture. Okay, അതായത് ഈക്വൽ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ? യെസ്, 100 gram. ഓക്കെ, അപ്പോൾ മിക്സർ സോൾഡിഫൈ ചെയ്യുമ്പോൾ, ഓയിൽ ഒഴിച്ച ശേഷം മിക്സർ ഏകദേശം സോൾഡിഫൈ ചെയ്യുന്ന അവസ്ഥയാകുമ്പോഴേക്കും അതുവരെ യു ഹാവ് ടു സ്റ്റിർ ഇറ്റ് വെൽ. ഓക്കെ, വെൻ ദറ്റ് സൊല്യൂഷൻ ഗെറ്റ് സോൾഡിഫൈഡ്, അറ്റ് ദാറ്റ് ടൈം you have to add equal quantity around 100 gram of sodium silicate as well as sodium stone powder into this solution. Okay, why are we adding this sodium silicate as well as stone powder? In order to increase the quantity as well as hardness of the soap. സോപ്പിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഹാർഡ്നെസ്സും കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ദിസ് sodium silicate as well as stone powder. Then again you have to stir it well. നന്നായിട്ട് stir ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ആഡ് പെർഫ്യൂംസ് ആൻഡ് ഡൈസ് ഇൻ ടു ദ സൊല്യൂഷൻ ടു ഗെറ്റ് fragrance as well as color for that soap. Okay, within 3 to 4 days we will get soap. We can take soap from the mold. We should not use this soap immediately after taking from the mold. Instead of that, we have to keep it for 1 or 2 weeks. After that, we have to use that thing for bathing purpose. Understood, children? Hope you have understood. I'll tell you once more. How can we make soap? First of all, we have to take some caustic soda in a vessel. Along with this, you have to take 350 ml of water in another steel vessel. Then you have to dissolve this caustic soda. That means 180 gram of caustic soda into the water taken in the vessel. When this caustic soda get dissolved in the water, at that time heat get liberated. Okay, so what we want to do? You have to allow the solution to cool. That means we have to keep the solution 3 to 4 hours without disturbing the solution. Okay, why? Because at that time the heat produced inside the solution get liberated to outside. That means it can be escaped to outside, and that time the solution get cooled. Then you have to stir it well. After that, you can add 1 liter of coconut oil into this mixture. Okay, again you have to stir it well. When the solution become more concentrated, at that time you can add equal quantity of stone powder and sodium silicate into the solution. Equal quantity എന്ന് പറഞ്ഞാൽ എത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? യെസ്, 100 gram of sodium silicate as well as stone powder can be added into the solution. Okay, and then why are we adding this sodium silicate as well as stone powder? Yes, it will help to increase the quantity as well as the hardness of the soap. സോപ്പിൻ്റെ ഹാർഡ്നെസ് കൂട്ടാനും ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോഡിയം സിലിക്കേറ്റും അതുപോലെ തന്നെ സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഗൈൻ വി ഹാവ് ടു സ്റ്റിർ ഇറ്റ് വെൽ. അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു ആഡ് പെർഫ്യൂംസ് ആൻഡ് ഡൈസ് ടു ദിസ് സൊല്യൂഷൻ. Perfumes are added to this mixture in order to get a particular fragrance, and dyes can be added to the mixture for getting a particular color. Okay, so last step of the soap making is the addition of perfumes and dyes into this mixture. Okay, solution contain all these things can be poured into the corresponding molds. Okay, moldsലേക്ക് pour ചെയ്യുക. മോൾഡ് എന്താണെന്ന് അറിയാലോ? അച്ചിലേക്ക് എന്ത് ചെയ്യാണ്? ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഈ സൊല്യൂഷനെ. ഓക്കെ, ഒഴിച്ച് കഴിഞ്ഞ ശേഷം we have to wait for 3 to 4 days. After 3 to 4 days, we can take that soap from the corresponding mold. ആ മോൾഡിൽ നിന്ന് നമുക്ക് സോപ്പ് എടുക്കാനായിട്ട് പറ്റും. But
take care of one thing, that don't use the soap immediately after taking from the mold. Instead of that, you have to wait for 1 or 2 weeks. After that, you can use that soap. It is not possible to use the soap immediately after its production. We have to keep it for some day. After that, we have to use, otherwise it can damage our skin. Okay, so don't use the soap immediately after the manufacturing. You wait for 1 more week after the production and then you use it. Okay, നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഇൻഗ്രീഡിയൻസും എത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും എന്ന് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് മെഷർ ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സോപ്പ് ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യുക, സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കെമിക്കൽസ് ആണ്, അപ്പോൾ ഇത് അധികമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നൗ ഐ എം ഗോയിങ് ടു ഗിവ് യു എ സ്മോൾ ഹോംവർക്ക്. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ പേജ് നമ്പർ 49 of your textbook. Let us assess. Just try to do that homework. Just try to do it as a homework. Okay, we will discuss the answers of the same question in the next class. We have finished our 3rd chapter successfully. Now let me introduce the 4th chapter, through the alimentary canal. So what is the name of the chapter? Yes, through the alimentary canal. Have you heard about the term alimentary canal anywhere? No way. May not. Okay, alimentary canal അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ alimentary canal, through the alimentary canal or digestive system is our 4th chapter. Okay, here a passage taken from the പാത്തുമ്മയുടെ ആട് is given. പാത്തുമ്മയുടെ ആട് is a famous novel written by വൈക്കം മുഹമ്മദ് ബഷീർ. This is a small a portion, or this is a small passage which is taken from that book. May I read the passage? Okay. Sensing the smell of a plantain, Pathuma's goat made her appearance before me. I peeled off the skin and ate the plantain. Seeing me eating something, Uma's refugee cat too appeared there. The hens, trotting under Uma's care, also came. I gave the peel of the plantain to Pathuma's goat. The goat stood there expecting more. Here, ഇവിടെ എന്താ സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. പതിവ് പോലെ തന്നെ ബഷീർ കഴിക്കാനായിട്ട് ആഹാരം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിലൊരു പഴം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പഴം ജസ്റ്റ് തൊലി മാറ്റിയിട്ട് കഴിക്കാനായിട്ട് വായിലേക്ക് വെച്ചു. വായിലേക്ക് വെച്ചപ്പോഴേക്കും ഇതിൻ്റെ മണം കേട്ടിട്ടെന്നോണം, പഴത്തൊലിയുടെ മണം പിടിച്ചിട്ടെന്നോണം എവിടെയോ നിന്ന പാത്തുമ്മയുടെ ആട് ഓടി ബഷീറിൻ്റെ അടുത്തേക്ക് വരുന്നു. ബഷീറിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, വായ അനങ്ങിയത് കണ്ടതും പെട്ടെന്ന് തന്നെ അവിടെ നിന്നിട്ടുള്ള ഉമ്മയുടെ അഭയാർത്ഥികളായിട്ടുള്ള കുറച്ച് ക്യാറ്റ്സും അതുപോലെ ഹെൻസും ഉണ്ടായിരുന്നു. ഓക്കെ, കോഴികളും പൂച്ചകളും ഉണ്ടായിരുന്നു. ഉമ്മയുടെ അഭയാർത്ഥികളായിട്ടുള്ള, ആരുടെ ഉമ്മയുടെ, ബഷീറിൻ്റെ ഉമ്മയുടെ അഭയാർത്ഥികളായിട്ടുള്ള കുറച്ച് പൂച്ചകളും കുറച്ച് കോഴികളും ഇത് കണ്ടതോടുകൂടി ഓടി ചുറ്റും വന്നു, ബഷീറിൻ്റെ ചുറ്റും കൂടി. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് വന്നത്? പാത്തുമ്മയുടെ ആടുണ്ട് ഒരു സൈഡിൽ, പിന്നെ കുറച്ച് കോഴികളും കുറച്ച് പൂച്ചകൾ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ബഷീറിൻ്റെ ചുറ്റും കൂടി നിന്നിട്ട് നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ബഷീർ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ കഴിച്ച പഴത്തിൻ്റെ ഒരു തൊലി അടുത്ത് നിന്ന് ആടിന് കൊടുത്തു. ആടത് സന്തോഷത്തോടു കൂടി കഴിച്ചിട്ട് പിന്നെയും ബഷീറിൻ്റെ മുഖത്തേക്കൊരു നോട്ടാണ്, കിട്ടുമോ കുറച്ചുകൂടി എന്നുള്ള രീതിയിൽ. ഓക്കെ, കുറച്ചുകൂടി കിട്ടുമോ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രത്യേക സിറ്റുവേഷൻ അവിടെ പറയുന്നത്. ഈ സിറ്റുവേഷനെ ബേസ് ചെയ്ത് ദേ വെർ ആസ്കിങ് സം ക്വസ്റ്റ്യൻ. ഷാൽ വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദറ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, വൈ ഈസ് ദ പീൽഡ് സ്കിൻ ഓഫ് പ്ലാന്റൻ ഗിവൺ ടു ദ ഗോട്ട് ആൻഡ് നോട്ട് ടു ദ ക്യാറ്റ് ഓർ ഹെൻസ്? ഇവിടെ ചോദ്യം എന്താ? വൈ ഈസ് ദ പീൽഡ് സ്കിൻ ഓഫ് പ്ലാന്റൻ ഗിവൺ ടു ദ ഗോട്ട് ആൻഡ് നോട്ട് ടു ദ ക്യാറ്റ് ഓർ ഹെൻസ്? ഇവിടെ ചോദ്യം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ പീൽഡ് ഓഫ് സ്കിന്ന്, അതായത് പ്ലാന്റൻ്റെ ആ സ്കിന്ന് ഗോട്ടിന് തന്നെ കൊടുത്തത്, ആർക്ക് കൊടുക്കാതെ? ഹെന്നിനും ക്യാറ്റിനും ഒന്നും കൊടുക്കാതെ അല്ലേ? ചോദ്യം ഒന്നുകൂടെ പറയാം, എന്തുകൊണ്ട് ഹെന്നിനും ക്യാറ്റിനും കൊടുക്കാതെ ആ പീൽഡ് സ്കിന്ന് ആർക്ക് കൊടുത്തു? ഗോട്ടിന് കൊടുത്തു എന്നുള്ളതാണ്. എന്തായിരിക്കാം കാരണം? അതെ, goat is a herbivore. And what about other two, hen as well as cat? They are not herbivore. They will eat plants, but they are not completely herbivore. Herbivore ആണോ കംപ്ലീറ്റ് ആയിട്ട്? അല്ല. What is meant by herbivore? എന്താ herbivore എന്ന് വെച്ചാൽ? Or animals that have to depend green plant for getting their food. ആനിമൽസ് ആരാണോ പിന്നെ
ഏത് ആനിമലാണോ ഗ്രീൻ പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നത് അവരെയാണ് നമ്മൾ ഹെർബിവോർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിൽ ഗോട്ട് എന്ന് പറയുന്ന ഒരു ഹെർബിവോറാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സോ അല്ലെങ്കിൽ പിന്നെ ഓട്ടോട്രോഫ്സിനാണ് എന്തിനു വേണ്ടി ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറ്റവർ രണ്ടുപേരും ഓട്ടോട്രോഫ്സിനാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് ഗ്രീൻ പ്ലാന്റിനാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ഗോട്ട് ഈറ്റ്? എന്തൊക്കെയാണ് ഗോട്ട് കഴിക്കുന്നത് സാധാരണ? യെസ് ഗോട്ട് യൂഷ്വലി പ്രിഫർ ടു ടേക്ക് the tender part of shrubs, small shrubs, trees, plants, isn't it? അതായത് the tip of some trees, tip of some plants and tip of some grass, അതുപോലെ തന്നെ tip of some shrubs അല്ലേ? അത് ആ ടെൻഡർ ആയിട്ടുള്ള ലീവ്സ് ആണ് അത് കൂടുതലും ഇഷ്ടപ്പെടുന്നത് കഴിക്കാനായിട്ട് അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, other organisms in the surrounding also take food. Observe the picture. Did you see the images, children? Okay, what did you see there? Yes, you can see a lion trying to catch its prey and a butterfly trying to suck the nectar, and next one is bird is trying to peck the food, and next one a cow is grazing. In the next image a caterpillar is taking something, that means eating its food. Next one is a fish is eating something, isn't it? So these are the images which is given on that screen, isn't it? Do all of them are eating the same kind of food? No, isn't it? They are not eating the same kind of food. So what is the diversity seen in the procuring of food, or what is the diversity seen in the mode of procuring food? And complete the table given below. Note down it in your science diary. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിച്ചു whether they are eating the same kind of food? No, they are eating different kind of food. So what is the diversity that can be seen among the mode of procuring food? നമുക്ക് എത്തരത്തിലുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ഡൈവേഴ്സിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫുഡ് പ്രൊക്കർ ചെയ്യുന്ന രീതിയിൽ? ഓരോ ആനിമലും ഡിഫറെൻ്റ് ആണല്ലേ? ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും their size as well as shape are different. അതുകൊണ്ട് തന്നെ ആ മോഡ് ഓഫ് പ്രൊക്കറിങ് ഫുഡ് അവർ പ്രൊക്കറിങ് മീൻസ് വാട്ട്? പ്രൊക്കറിങ് എന്ന് വെച്ചാൽ എന്താ? പ്രൊക്കറിങ് എന്ന് വെച്ചാൽ ശേഖരിക്കുക, കളക്ട് ചെയ്യുക, എടുക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അവർ ഫുഡ് എടുക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി സൈസും ഷേപ്പും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ മോഡ് ഓഫ് പ്രൊക്കറിങ് ഫുഡും വേരി ചെയ്യും. നമുക്കൊന്ന് നോക്കിയാലോ ഓരോന്നും എങ്ങനെയാണ് ഫുഡ് എടുക്കുന്നതെന്ന്? ഓക്കെ, ടേബിൾ നോക്കൂ. Organism, food as well as mode of feeding is given. First one example they have already given. ഏതാണത്? caterpillar ഏതാ? The second image ആണ് caterpillar. അവിടെ what is the food of the caterpillar? Yes, leaf, isn't it? leaf ആണ്. mode of feeding എങ്ങനെയാണ് അത് ഫീഡ് ചെയ്യുന്നത്? Yes, they are feeding, nibble ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നിബിൾസ്? നിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണ്ട് തിന്നുക അല്ലെങ്കിൽ കടിച്ച് തിന്നുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റർപില്ലർ എന്താ ചെയ്യുക? ലീഫിനെ കടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരണ്ട് തിന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മോഡ് ഓഫ് ഫീഡിങ്ങിനെ നമ്മളെന്ത് പറയാം? നിബിൾസ് എന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ ലയനിലേക്ക് പോവാം. ഓക്കെ, ലയൺ ഈസ് ദ ഫസ്റ്റ് ആനിമൽ. വാട്ട് ഈസ് ദ ഫുഡ്? യെസ്, ആനിമൽ, isn't it? ഫ്ലഷ് ഓഫ് ആനിമൽ ഈസ് ദ ഫുഡ് ഓഫ് ലയൺ. മോഡ് ഓഫ് പ്രൊക്കറിങ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഫീഡിങ് എങ്ങനെയാണ്? യെസ്, ദേ വിൽ kill and tear off the flesh അല്ലേ? അവരാദ്യം കൊല്ലും, അതിനുശേഷം ഫ്ലഷിന് ടിയർ ഓഫ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, കീറിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? വിച്ച് ഇസ് ദ നെക്സ്റ്റ് വൺ? യെസ്, ബട്ടർഫ്ലൈ, isn't it? ബട്ടർഫ്ലൈ നോക്കാം. ബട്ടർഫ്ലൈ എന്താ ബട്ടർഫ്ലൈയുടെ ഫുഡ്? യെസ്, നെക്ടറാണ് അല്ലേ? നെക്ടറാണ് അല്ലെങ്കിൽ ഹണിയാണ്. ഓക്കെ, നെക്ടർ എന്ന് നമുക്ക് പറയാം, നെക്ടറോ ഹണിയെന്നോ പറയാം. അപ്പോൾ എനിവേ അതെങ്ങനെയാണ് ഫുഡ് എടുക്കുക? യെസ്, സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇമേജിൽ ആരാ? യെസ്, ബേർഡ്സാണ് തന്നിട്ടുള്ളത് അല്ലേ? ബേർഡ്സ് ആണ്. ബേർഡ്സിൻ്റെ ഫുഡ് ഏതാ? യെസ്, ഫ്രൂട്ട്സ്. ഇനി അവരെങ്ങനെയാണ് ഫ്രൂട്ട്സ് എടുക്കുക അല്ലെങ്കിൽ അവരുടെ സീഡ് എടുക്കുക? യെസ്, ദേ വിൽ പെക്കിയാണ് ചെയ്യുന്നത്. പെക്കിയാന്ന് വെച്ചാൽ എന്താ? കൊത്തിപ്പെറുക്കുക അല്ലേ? കൊത്തിപ്പെറുക്കി എടുക്കുക ചെയ്യണേ. നെക്സ്റ്റ് വൺ ഈസ് കൗ ആണ് അല്ലേ? കൗവിൻ്റെ ഫുഡ് ഏതാ? ഗ്രാസസ് ആണ്. അപ്പോൾ ഗ്രാസസ് എങ്ങനെയാണ് എടുക്കുക? കട്ട് ചെയ്ത് ചൂ ചെയ്ത് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ caterpillar already given in the table. Last one is fish, isn't it? Fish, organism fish ആണ്. അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. ചെറിയ അക്വാട്ടിക് പ്ലാന്റ്സും ആനിമൽസും ആണ്. അവരെങ്ങനെയാണ് ചെയ്യുന്നത്? അവരും ചൂ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അവരും ചൂ ചെയ്യാണ് ചെയ്യുന്നത്. Did you analyze that table, children? Yes. If you analyzed it, what did you understand from that table? Yes, you might have understand one thing, that there are different kinds of animals and they have different types of food,
they are procuring their corresponding food in different way. That means there are different way for the mode of procuring food അല്ലേ. അപ്പോൾ അതായത് പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട്, അവർക്ക് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഈ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും അവർ ഇൻടേക്ക് ചെയ്യുന്നത്, അവർ ബോഡിക്കുള്ളിലേക്ക് എടുക്കുന്നത് പല രീതിയിലാണ്. What will be the reason behind this difference? Yes, it is mainly due to the different morphological as well as anatomical features of these organism. അതായത് ഈ പറഞ്ഞ ഓർഗാനിസത്തിനെല്ലാം മോർഫോളജിക്കലും അനാട്ടമിക്കലുമായിട്ടുള്ള പല പ്രത്യേകതകളുണ്ട്. ഈ പല പ്രത്യേകതകളും പരസ്പരം വേരി ചെയ്തിരിക്കുന്നു, പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ഓർഗാനിസവും അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈവിധ്യം കാണാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ അനാട്ടമി, പ്രത്യേകിച്ചും അലിമെൻ്ററി കനാലിലുള്ള വ്യത്യാസത്തിന് അനുസരിച്ചിട്ടാണ്. Can I ask one question, children? Why do they need food? For what purpose they are taking food? Yes, for getting their nutrients from that food, isn't it? For deriving nutrients for the സർവൈവലിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്യാൻ. അപ്പോൾ ഒരു ഓർഗാനിസം അതിൻ്റെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് എടുക്കുകയാണെങ്കിൽ, ആ ഫുഡിനെ എടുക്കുന്നതിനോടൊപ്പം അതിനെ യൂട്ടിലൈസും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രീഷൻ. വാട്ട് ഈസ് ദാറ്റ്? ന്യൂട്രീഷൻ. സോ വൈ ദീസ് ഓർഗാനിസംസ് ആർ ടേക്കിംഗ് ഫുഡ്? ഫോർ ഡിറൈവിങ് ന്യൂട്രിയൻസ് ഓർ ഫോർ ദ പർപ്പസ് ഓഫ് ന്യൂട്രീഷന് വേണ്ടിയിട്ടാണ്. isn't it? So what is meant by nutrition? It is the process of intake and utilization of the food by an organism. I'll tell you once more. What is meant by nutrition? It is the process of intake and utilization of the food by an organism. അതായത് ഒരു ഓർഗാനിസം ഫുഡ് എടുത്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഓർഗാനിസവും പല ഫീഡിങ് ഹാബിറ്റ്സും എല്ലാം കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡിറൈവിങ് ഇറ്റ്സ് ന്യൂട്രിയൻസ്. Have you ever think about green plants? What is the peculiarity of green plants? They are not capable of locomotion. Can they capture food? Okay. How do they derive their food? You might have heard about that particular process, photosynthesis, isn't it? You might have heard about photosynthesis in the lower classes. What is meant by photosynthesis? Yes, it is the process of production of food by green plants. isn't it? ഗ്രീൻ പ്ലാന്റ്സ് എന്നതിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അവർ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. ദേ വിൽ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. Did you see this image, children? What did you see there? Yes, a green plant is given, isn't it? And the process of photosynthesis also mentioned there, isn't it, children? Some questions are also given below the picture. Can I read the questions? Okay. First one, what are the factors required for photosynthesis? Photosynthesis ആവശ്യമുള്ള factors എന്തൊക്കെയാണെന്നുള്ളതാണ്. Okay. It is already there in that picture. നമുക്കറിയാമെന്നുള്ള കാര്യമാണല്ലേ, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? യെസ്, വിച്ച് ആർ ദേ? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫിൽ, വാട്ടർ ആൻഡ് മിനറൽസ്, ആൻഡ് along with that sunlight is also required, isn't it? What are the components required for photosynthesis? Yes, chlorophyll, sunlight, carbon dioxide, water and minerals, isn't it? These are the essential components for photosynthesis. And green plants will prepare their food by utilizing these components. This process is known as what? Yes, photosynthesis, or the process of production of food by green plants with the help of carbon dioxide, chlorophyll, sunlight, water and minerals is known as photosynthesis. അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the gas received by plants during photosynthesis? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഏത് ഗ്യാസ് ആണ് പ്ലാന്റ്സ് റിസീവ് ചെയ്യുന്നത്? Which is the gas? Carbon dioxide is the gas that can be received during photosynthesis. And next question, which is the gas given out? ഏത് ഗ്യാസ് ആണ് പുറത്ത് കളയുന്നത്? ഏത് ഗ്യാസാണ് പുറത്ത് കളയുന്നത്? Yes, oxygen. Oxygen is the gas that can be released from the plant during the time of photosynthesis. Okay, photosynthesis സമയത്ത് റിലീസ് ചെയ്യുന്നത് ഓക്സിജൻ ആണ്. Okay, here the green plants is showing a different mode of food attainment, isn't it? Green plants are not depending other animals for getting their food. Instead of that, they are preparing their own food material. If a green plant or if an organism is preparing their own food material, we can call that kind of organism as
autotroph. What is that? Autotroph. So what is meant by autotrophs? Autotrophs are the organism that is capable of preparing their own food material. ഇവിടെ ഗ്രീൻ പ്ലാന്റ്സ് ആരാണ്? ഓട്ടോട്രോഫ്സ് ആണ്. എന്തെന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സ്വന്തമായിട്ട് തന്നെയാണ് ആഹാരമെല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫ്സ്. ഓൾ ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഓട്ടോട്രോഫ്സ്. എല്ലാ ഗ്രീൻ പ്ലാന്റ്സും എന്ത് തന്നെയാണ്? ഓട്ടോട്രോഫ്സ് തന്നെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചല്ലോ ആനിമൽസ്, അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണോ ചെയ്യുന്നത്? No, isn't it? They are not preparing themselves. Instead of that, they are depending other animals for deriving their nutrients, isn't it? അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, അവരെ വിളിക്കുന്ന പേരാണ് heterotrophs. What is that? Heterotrophs. Okay, don't forget that. Heterotrophs. Heterotroph is the term which can be used to denote an organism that is depending other organism for getting its food or for deriving its food. Okay, അപ്പോൾ heterotrophs are the organism that cannot prepare their food material by themselves. Instead of that, they have to depend other organism for deriving their food or for getting their food. Understood, children? So we have studied two types of organisms, which are the autotrophs as well as heterotrophs. Autotrophs എന്ന് പറഞ്ഞാൽ എന്താണ്? Organism that are capable of preparing their food material. And heterotrophs എന്ന് പറഞ്ഞാൽ എന്താണ്? Organism that are not capable of preparing their food material. Instead of that, they have to depend other organism for their food. അപ്പോൾ ഓട്ടോട്രോഫ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഏത് പറയും? ഓൾ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഓട്ടോട്രോഫ്സ് ബിക്കോസ് they are well equipped to prepare their food material. But all animals are heterotrophs. Hope you have understood the class. If you have any doubt, please contact me. Stay safe. Bye.